ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. സമയം രാവിലെ 2 മണിയാണ് ടൈം. അതെ, എൻ്റെ ഒരു ഓർമ്മയിൽ അതാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട്, ഇതൊരു വീക്ക്ലി വ്ളോഗായിട്ടാണ് ഗൈസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കാരണം ഞാൻ കുറേ ഷോർട്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു വീക്കിൽ നടന്ന കുറേ കാര്യങ്ങൾ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് പുലർച്ചെ ടൈം 2 മണിയാണ്. ഈ ടൈമിൽ ഞങ്ങൾ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, എൻ്റെ ചേച്ചി വരികയാണ് കേട്ടോ നാട്ടിലേക്ക്, ചേച്ചി മോനും. അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. കൊണ്ടാക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, അത് കുറച്ച് വിഷമമുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ വിളിക്കാൻ വേണ്ടി ഞാനും അമ്മയും അച്ഛനും കൂടിയിട്ടാണ് ഇവിടുന്ന് പോയത്. അവർ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയത് കേട്ടോ. ഒരു 4:30 ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അവരൊരു 5 മണി 5:30 എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് പുറത്തെത്താൻ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് എയർപോർട്ടിലേക്ക് പോണത്. ഇതുവരെ ഏതൊരു സ്ഥലത്തെയും എയർപോർട്ടിലേക്ക് ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് എനിക്ക് കാണാനൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ 2 മണിക്ക് ഇറങ്ങി ഒരു 4 മണി 4:30 ഞങ്ങൾ അവിടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഒരു ഡ്രൈവായിരുന്നു കേട്ടോ. ഞങ്ങൾ വിളിച്ച വണ്ടിയും ആ ചേട്ടനൊക്കെ ഭയങ്കര കംഫർട്ടായിരുന്നു ഞങ്ങൾക്ക് പോകാനൊക്കെ. ഞാനും അമ്മയും അച്ഛനുമൊക്കെ, അച്ഛൻ്റെ കാര്യം അറിയില്ല, അച്ഛൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഞാനും അമ്മയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കാരണം ഞങ്ങൾക്ക് ചേച്ചിയും ഉണ്ണി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര ജീവനാണല്ലോ. അവനാച്ചെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞ് കുറച്ചായപ്പോൾ ഇവിടുന്ന് പോയതാണ്. പിന്നെ 2 വയസ്സ് ആവാറായിട്ടുള്ളൂ. എന്നാലും അവർ പോയിട്ട് ഒരു 6-7 മാസം ആയിട്ടേ ഉള്ളൂ. എങ്കിലും ഭയങ്കര കുറേ കാലമായി അവർ നമ്മുടെ അടുത്തുനിന്ന് പോയി എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്കൊരു 1 അവർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഓരോ ആൾക്കാരും ഇങ്ങനെ പെട്ടിയിട്ട് വരുമ്പോൾ ഞങ്ങളിങ്ങനെ ഇപ്പം വരും എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയായിരുന്നു. അവസാനം ഇതാ ചുവപ്പ് പെട്ടി കണ്ടു. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. കുറേ ചുവപ്പ് പെട്ടികൾ വന്നു. പിന്നെ അച്ഛൻ പറഞ്ഞു ഇതാ വരണു പറഞ്ഞു. ഒരാൾ ഇതാ പെട്ടിയുടെ മുകളിൽ ഇരിക്കുന്നത് കണ്ട, അതാണ് കേട്ടോ അധീരക്കുട്ടി. മറ്റേത് എൻ്റെ സിസ്റ്ററാണ്. അവർ ദുബായിലായിരുന്നു അവരുടെ അച്ഛൻ്റെ അടുത്ത്. ഇപ്പം അവരൊരു വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ ആരേനും ഇത്ര ഇതിലൊന്നും കാത്തിരുന്നിട്ടോ ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഇതുവരെ. അപ്പോൾ എനിക്ക് ഭയങ്കര, ഞാനത് ഫീൽ ചെയ്തു, ആ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ പുറത്തുനിന്ന് ഒരാൾക്കാർ വരേണ്ടത്. അച്ഛനും അച്ഛനും നാട്ടിൽ തന്നെയാണ്. എൻ്റെ വീട്ടിൽ ആരും പുറത്തൊന്നും പോയിട്ടില്ല ഇതുവരെ ആയിട്ട്. ഞാനും അച്ഛനും അമ്മയൊക്കെ ആ ഗ്ലാസിൻ്റെ പുറത്തുനിന്ന് കൈ വീശി കാണിക്കണൊക്കെ ഉണ്ട്. പക്ഷെ അവൻ മൊത്തത്തിലൊരു അന്താളിപ്പിലാണ്. ചേച്ചി പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പായി, അവർ ഭയങ്കര ചൂടുന്നാലോ വരുന്നത്. അപ്പോൾ ഇവിടെ തണുപ്പൊക്കെ ആയപ്പോൾ ആൾ മൊത്തത്തിലൊന്നു വിറച്ചു എന്നൊക്കെയാണ് ചേച്ചി പറയണത്. പിന്നെ ഞങ്ങളായിട്ട് കൈയിട്ട് കാണിച്ചു കേട്ടോ. പെട്ടെന്ന് അവന് ഞങ്ങളിങ്ങനെ കൈ കുറേ നേരം വീശിക്കൊണ്ടിരുന്നപ്പോൾ ആളൊന്ന് കൈ പൊന്തിച്ചു. ഇത് എന്നൊക്കെ പറയുന്നത് അയ്യോ, എനിക്ക് ഇപ്പോഴും ആ ഒരു എന്താ പറയുക, ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ. പിന്നെ ആളിതാ മൊത്തത്തിൽ വലുതായിട്ടുണ്ട്. പോകുമ്പോൾ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു കുട്ടിയായിരുന്നു, ചെറുതായിരുന്നു. ഇപ്പോഴും കുട്ടി തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ആൾ കുറച്ച് നീളമൊക്കെ വെച്ചു. പക്ഷെ അവന് ഞങ്ങളെ കണ്ടപ്പോൾ ഒരു പരിചയക്കേടോ ഒന്നുമില്ല. ചിലപ്പോൾ ഡെയിലി വീഡിയോ കോളൊക്കെ വിളിച്ച് കാണുന്നത് കൊണ്ടായിരിക്കാം ആൾ ഭയങ്കര സ്മൂത്തായിട്ട് ഞങ്ങളുടെ അടുത്തേക്കൊക്കെ വന്നു കേട്ടോ. പിന്നെ അമ്മയും അച്ഛനൊക്കെ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അവൻ കാറ് കണ്ടപ്പോൾ പേടിച്ചു എന്നാണ് പറയുന്നത്. ഈ വയറത്ത് ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ പേടിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ കാറ് കണ്ട് അവന് ഭയങ്കര പേടിയാണ്. കാറിൻ്റെ ശബ്ദമൊക്കെ ഒരു പേടിയില്ല. ആൾ വെറുതെ അതൊക്കെ അഭിനയിച്ച് കാണിക്കണതാണ്. എൻ്റെ നേരത്തെ വീഡിയോ കണ്ടാലറിയാം ആൾ ഭയങ്കര ആക്ടിങ് ആണ് എല്ലാതും. പിന്നെ അതാ ഞങ്ങൾ ചേച്ചീനെയും ഉണ്ണീനൊക്കെ ആയിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ 6 മണിയോടെ ഞങ്ങൾ റിട്ടേൺ അടിച്ചു. അങ്ങനെ ഭയങ്കര ഒരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ അത് ഞങ്ങൾക്ക്. പിന്നെ ആൾ കുറച്ച് നേരം ഉറങ്ങണ പോലെയൊക്കെ കാണിച്ചു. പക്ഷേ ആൾ ഉറങ്ങിയൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ നീച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അന്ന് തന്നെ എനിക്കൊരു മാരേജ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ ഞാൻ അതിന് പോവാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം. ഞാൻ രാവിലെ ചേച്ചീനെ വീട്ടിലൊക്കെ കൊടുന്നാക്കി. ഒരു 10:30 ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എനിക്കൊരു കല്യാണം ഉണ്ട്. എൻ്റെ ഒപ്പം എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ചേച്ചിയുടെയാണ്, ഹരിത ചേച്ചിയുടെ. ഗുരുവായൂരാണ് കല്യാണം. അപ്പോൾ എൻ്റെ ടീം, എൻ്റെ ബെൽറ്റ് എന്ന് പറയുന്നത് ഷിജു എൻ്റെ ദേവികയാണ്. ബാക്കിയുള്ള ബെൽറ്റുകളൊക്കെ പോയിട്ടുണ്ട്. ഇതാണ് ഇതാണ് ദേവിക. അവളൊരു ഇൻട്രോവേർട്ടാണ്. അവളൊരു ഇൻവെർട്ടറാണ്. ഇൻവെർട്ടർ ആയതുകൊണ്ട് തന്നെ ക്യാമറ നോക്കാനൊക്കെ ഇതുണ്ട്. പിന്നെ തീരെ ക്യാമറ ഷൈ ഇല്ലാത്ത വേറൊരാളുണ്ട് ഇവിടെ, കാണിച്ചു തരാം. നോക്കടാ. ഇല്ലടാ ഗൈസ്, ഷിജു നോക്കുന്നില്ല. പ്രോ റൈഡർ ഷിജു.
അപ്പൊ നാട് ഷിജു ദേവികയാണ് ഞങ്ങളുടെ ബെൽറ്റ്. എവിടുന്ന്? ശ്രീരാഗട്ടില്ലേ? വേറെ ടീമിലൊക്കെ. അപ്പൊ നമ്മള് കല്യാണത്തിന് പോവാട്ടോ. പോയിട്ട് അവിടെ ഉള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബൈ. പിടിച്ചു പോളെ, പിടിച്ചു. നീ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ എത്തി. ചെക്കനും പെണ്ണും ഇത്രയും നേരം വന്നിട്ടില്ല. അല്ല, ചെക്കനും പെണ്ണും ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല. എൻ്റെ ബാക്കി ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ട്. വിനീതേട്ടാ ഹായ് പറയൂ. വിനീതേട്ടാ ഹായ് പറയൂ. എല്ലാരും നന്നായി അഭിനയിക്ക്. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും സാരിയൊക്കെ എടുത്ത് നല്ല സുന്ദരികളായിട്ടാണ് വന്നത്. ഞാൻ ഭയങ്കര കാഷ്വലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് സന്തോഷം എന്താണെങ്കിൽ ഇവരൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര കംഫർട്ടാണ്. അത് തന്നെ ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ഷിജേട്ടനും ദേവികയൊക്കെ ഫസ്റ്റ് പന്തിയിൽ തന്നെ ഇറങ്ങിയിട്ടോ. ഫുഡ് കഴിക്കാൻ വന്നിരുന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരൊന്നും വന്നില്ല. പക്ഷെ ഞങ്ങൾ 4 പേര് ഫസ്റ്റ് തന്നെ പോയിട്ട് ഫുഡടി കഴിച്ചു. ഇവനാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ സുന്ദരൻ. ഇവൻ പറയാൻ പറഞ്ഞു. പിന്നെ ഇവനാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ സുന്ദരി. ഇവനാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ സുന്ദരി ശ്രേയ എന്ന പേര്. ശ്രീകുട്ടിയെ തിരിയിടേ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ കുളമില്ല. ഇത്രയും ഭംഗിയുള്ള കുളമില്ല. ഇവിടെ വന്നപ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയത്. വളരെ ഭാഗ്യമുണ്ട്. അതെ, നിങ്ങൾ എന്തായാലും ഇവിടെ വരികയാണെന്ന് ഈ ഭാഗത്ത് വരണം. എവിടെയാണ് മമ്മിയുടെ മമ്മിയൂരിനടുത്താണ്. എന്നാലും അധികം ശുദ്ധമായിട്ടില്ല. ഓഫാക്കിട്ടില്ല. പറഞ്ഞോ, പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാൻ ബസ് കയറി വീട്ടിൽ വന്നു കേട്ടോ. ഷിജുവേട്ടനെ കുറച്ച് നേരത്തെ പോന്നു. അതുകൊണ്ട് അവരുടെ ഒപ്പം ഞാൻ പോയില്ല. പിന്നെ എന്താ ഒരു സൺകിസ്ഡ് മൊമെൻറ്റ് വന്നതാണ്. ആ ടൈമിൽ ഞാൻ എൻ്റെ ഐ എങ്ങനെയും ക്യാപ്ചർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ എനിക്കത് കിട്ടണില്ല. ഈ ഫോൺ കയ്യിലുണ്ട് എന്ന് തന്നെയുള്ളൂ. എനിക്ക് ഈ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും അത്ര വശമാവുന്നില്ല. എന്താണെന്നറിയില്ല. സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവളുടെ ഹസ്ബൻഡിൻ്റെ ബ്രദറിന് 2 ട്വിൻ ബേബീസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2 പേരും ബോയ്സാണ്. അപ്പോൾ അവരുടെ 90 പിറ്റേ ദിവസം. അപ്പോൾ ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ അധീര ആൻഡ് ടീം നയിക്കുന്ന മോണിക്ക ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ആ ചെണ്ട പിടിച്ച് നിൽക്കുന്നതാണ് എൻ്റെ ചേച്ചിയുടെ പുത്രൻ അധീര. മറ്റേത് അവൻ്റെ കസിൻസാണ് അതൊക്കെ. അവിടെ കുറച്ച് അധികം ബേബീസ് ഉണ്ട്. ഒരു 4, 5, 6, 7, 8 പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടി ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. ഇതാ പിറ്റേ ദിവസം. ഇതാണ് എൻ്റെ OTTD ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ, അങ്ങനെയല്ലേ പറയുക എന്ന് തോന്നുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ യെല്ലോ ഡ്രസ്സിൻ്റെ വേറൊരു ഇതാട്ടോ. ഇത് ചേച്ചി ശരിക്കും എടുത്തതാണ്. അവൾക്ക് വേണ്ട പറഞ്ഞു. അപ്പോൾ അതും ഞാൻ തന്നെ ഇട്ടു. പിന്നെ ചേച്ചി ഇട്ട ഈ ഡ്രസ്സ് കണ്ടോ നിങ്ങൾ? ഇതെവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? അധീരയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ ഇട്ട ഡ്രസ്സാട്ടോ ഇത്. അവൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തതാണ്. പിന്നെ അവളിപ്പോൾ ഹെയറൊക്കെ ബോട്ടോക്സ് ചെയ്ത് ലുക്ക് തന്നെ മാറിക്കുന്നു. ഇപ്പം എന്നെയും കാട്ടിയും കുറച്ചും കൂടി ലുക്കായോ അത് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. പിന്നെ ചേച്ചിയല്ലേ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ആ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് ഫുഡൊക്കെ തട്ടി മെല്ലെ വീട്ടിൽ ചേച്ചി വന്നിട്ടോ. എൻ്റെ ചേച്ചി ദുബായിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് നാട്ടിൽ. അപ്പോൾ അവൾ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. തോന്നുന്നില്ല, കുറച്ചേ ഉള്ളൂ. പ്രാവശ്യം വരുമ്പോൾ വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പോയി നോക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ എന്തോ ഒരു സിസ്റ്റർ. എൻ്റെ അണ്ടർ ആർമർ. എന്താടി ഈ ബാഗിൻ്റെ ഓക്കെ. അപ്പോൾ എന്തൊക്കെ കൊടുന്നുള്ളത് നമുക്ക് നോക്കാം. ഇവൾക്കത് എടുക്കണം പറഞ്ഞത് കാരണം ഞാൻ മറ്റേ കാഷ്യൂ, ഇത് അമ്മയ്ക്ക് നല്ല ഇഷ്ടം. ഇങ്ങനെ റോസ്റ്റഡ് കാഷ്യൂ അല്ലേ? അത് വേറെ ബ്രാൻഡാടി. ഇത് ഞങ്ങള് ഇത് കണ്ടപ്പോ ഇത് നോക്കിയപ്പോ ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ വാങ്ങിയത് നമ്മുടെ ഡേറ്റ്സ്
പിസ്താഷ്യോ. Pistachio. അഗൈൻ പിസ്താഷ്യോ. This is for mommy. ഇത് എല്ലാ പ്രവാസികളും കൊണ്ടുവരുമ്പോ സാധനം. കൊടുത്തിട്ടുള്ളൂ. അമ്മയ്ക്ക് ഇത് അധികം അടിച്ചു കൊടുക്കട്ടെ. കുറച്ച് ഐറ്റംസ്. ഇത് പിന്നെ നമ്മുടെ ജീവന്റെ ഇത് നമ്മുടെ കസിൻ ഉണ്ട്, കസിൻ അവൻ കൊടുത്തയച്ചതാട്ടോ. നെക്സ്റ്റ് ബാഗ് സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടൊന്നുമില്ല നമ്മള്. പിന്നെ ഇത് പിയേഴ്സ് നാട്ടിലും കിട്ടുന്നു വാങ്ങുന്നു. പിന്നെ എന്താ അത് സോപ്പല്ലേ? ഇതവിടെ സുലഭമായി കിട്ടുന്ന സോപ്പാണ്. ഇവിടെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കൊടുക്കും. ആൻറ്റിമാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. പിന്നെ ഇത് അധീരയുടെ ഫ്രണ്ട്സിന് വാങ്ങിയതാണ്. അതിരയുടെ പ്ലേമേറ്റ്സിന്. പിന്നെ ഇത് നമ്മുടെ മാൾട്ടീസേഴ്സ്. ഈ മിഠായി ഞങ്ങൾക്ക് ഫേവറേറ്റ് മിഠായി ആട്ടോ മാൾട്ടീസേഴ്സ്. ചോക്ലേറ്റ്സ് ഒന്നും ഇപ്രാവശ്യം അധികം കൊടുന്നിട്ടേ ഇല്ല കേട്ടാ. അത് വേണ്ടത് പറഞ്ഞൊരു വൈറൽ മിഠായി. അപ്പൊ പിസ്താഷ്യോടെ ഇത് നല്ല ടേസ്റ്റ് ഉള്ള അടിപൊളി മിഠായി. ഇത് പൊട്ടിച്ച് കാണിച്ചു തരണം. സൂപ്പർ പിസ്താഷ്യോ മിഠായിയാണ്. നല്ല ടേസ്റ്റാണിത്. ഇവളും പണ്ടൊക്കെ വീട്ടിലേക്ക് വരുമ്പോ ഒരു പൗച്ചിലൊക്കെ ആയിട്ട് ഇവളെ ബാക്കപ്പ് സാധനങ്ങൾ കൊണ്ടുവന്നത്. ഇപ്പൊ ഇവള് ഇത് 50 പൈസയുടെ കവറിലാണ് എല്ലാം കൊണ്ടുവരാറ്. കണ്ടോ, ഇതാണ് ഇപ്പൊ അവളുള്ള ബാക്കപ്പ് സാധനം. ഡെലിവറി കഴിഞ്ഞപ്പോ എന്റെ എല്ലാം ഇതിലാക്കിയത് എല്ലാം ഇതില് കൊള്ളാൻ വേണ്ടിട്ട് അതിന് അമ്മ എന്തൊക്കെ ഇത് അവിടുന്ന് പിറ്റേ ദിവസമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. അപ്പം ഞാനും എൻ്റെ ചേച്ചിയും കൂടിയിട്ട്, ചേച്ചിയാണ് മെയിനായിട്ട്, ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യുന്നു. അവൾ ഒരു അല്ലെങ്കിൽ അവളെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബനാന ഓൺലൈൻ സ്റ്റോർ എന്നാണ് കേട്ടോ ഞങ്ങളുടെ സ്റ്റോറിൻ്റെ പേര്. അപ്പോൾ ഒരു ക്ലോത്തിങ് സ്റ്റോറാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, നൈറ്റ് വെയർ ആൻഡ് ലോഞ്ച് വെയർ ആയിട്ട്. അപ്പോൾ ബനാന ഓൺലൈൻ സ്റ്റോർ എന്നാണ് പേര്. നിങ്ങളൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. പറ്റുമെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ അതിനൊരു ബിസിനസ് അക്കൗണ്ടിന് വേണ്ടി ഒരു സിം എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാട്ടോ. അങ്ങനെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന് വേണ്ടി പോയി തിരിച്ചു വന്നു.